എല്ലാവർക്കും നമസ്കാരം. പാചകത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കാണുമ്പോൾ തന്നെ വായിൽ വെള്ളമൂറുന്ന നല്ലൊരു റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഉള്ളി മുളക് ചമ്മന്തിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നമുക്ക് ആദ്യം ഒരു ചീനച്ചട്ടി ചൂടാക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി ചൂടാക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നു കഴിയുമ്പോൾ ഇതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 8 വറ്റൽമുളകാണ് എടുത്തിട്ടുള്ളത്. ഇത് എണ്ണയിലേക്കിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇതിലേക്ക് ഇനി ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർക്കാം. ഇനി ഇത് അധികം കരിഞ്ഞു പോകാതെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. കരിഞ്ഞു പോയാൽ നമ്മുടെ ചമ്മന്തിയുടെ ടേസ്റ്റ് മാറിപ്പോകും. അതുകൊണ്ട് പാകത്തിനൊരു മൂപ്പാകുമ്പോൾ തന്നെ അത് കോരിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതേപോലെ ഒരു കുറച്ച് ഡാർക്കായിട്ടുള്ള ഒരു കളർ വന്നു കഴിയുമ്പോൾ തന്നെ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി ഇതേ എണ്ണയിലേക്ക് കുറച്ച് ചുവന്നുള്ളി ചേർത്ത് വഴറ്റിയെടുക്കാം. ഞാനിവിടെ 100 ഗ്രാം ചുവന്നുള്ളിയാണ് എടുത്തിട്ടുള്ളത്. വലിയ ചുവന്നുള്ളി ആണെങ്കിൽ 20 എണ്ണം വരെ എടുക്കാം. തീരെ ചെറുതാണെങ്കിൽ 40 എണ്ണമൊക്കെ എടുക്കണം. അതൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ എണ്ണയിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് വാടി വരുന്നത് വരെ, ഒരു ഗോൾഡൻ ഷെയ്ഡൊക്കെ വരുന്നത് വരെ ഇത് വഴറ്റിയെടുക്കാം. ഇതെവിടെ ഇപ്പോൾ ഉള്ളി ഇവിടെ കറക്റ്റ് പാകമായിട്ടുണ്ട്. ഇത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇനി ഇത് ചൂടാറി കഴിഞ്ഞാൽ നമുക്കിത് അരച്ചെടുക്കാം. ചൂടാറിയ ശേഷം ഇത് അരയ്ക്കാനായിട്ട് മിക്സിയുടെ ചട്നി ജാറിലേക്ക്, അതായത് ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ മുളക് ഒന്ന് ചെറുതാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പുളിക്കായിട്ട് വാളംപുളിയാണ് ചേർക്കുന്നത്. ഒരു ചെറിയ കഷ്ണം വാളംപുളി. കുരു ഇല്ലാത്ത വാളംപുളിയാണെങ്കിൽ അതാണ് നല്ലത്. കുരു ഉള്ളതാണെങ്കിൽ ആ കുരു മാറ്റിയ ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണോളം ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇത് അല്പം പോലും വെള്ളം ചേർക്കാതെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അല്പം തരിതരിപ്പോടെ അരച്ചെടുക്കുന്നതാണ് കൂടുതൽ നല്ലത്. പിന്നെ നിങ്ങൾക്ക് ഇതിന് എരിവ് കൂടുതലായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അല്പം വെളിച്ചെണ്ണ കൂടി ചേർത്ത് മിക്സ് ചെയ്താൽ ആ എരിവ് അങ്ങ് ബാലൻസ് ആയിക്കോളും. അപ്പോൾ ഇതാണ് നമ്മുടെ ഉള്ളി മുളക് ചമ്മന്തി. നല്ല ടേസ്റ്റാണിത്. ചോറിനൊപ്പം കഴിക്കാനും അല്ലെങ്കിൽ ഇഡ്ലിക്കൊപ്പം ഒക്കെ സെർവ് ചെയ്യാനൊക്കെ പറ്റിയ നല്ലൊരു ചമ്മന്തിയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റാർക്കെങ്കിലും ഇത് ഉപകാരപ്പെടും തോന്നുന്നുണ്ടെങ്കിൽ അവർക്കായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനായിട്ട് അരികിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ. നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിയിലൂടെ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.